പ്രിയരെ, ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ മുത്തുനബിയെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്തിൽപ്പെട്ടതാണല്ലോ ഖുർആൻ. ഖുർആൻ നമ്മൾ എന്നും പാരായണം ചെയ്യണം. ഈ ലോകത്ത് ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ സാഹിത്യ സമ്പുഷ്ടമായ വിധത്തിലുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിനെ പരിഹസിക്കാനും നിന്നെ തോൽപ്പിക്കാനും വന്നവരോട് നിന്നോട് തുല്യമായ ഒരു ആയത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളി ഖുർആനിൽ എന്നും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരാൾക്കും അതിന് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥം ഒരു സാധാരണ ഗ്രന്ഥമല്ല. അന്ന് ഖുർആനിൽ നിന്ന് ഒരു വർക്കത്ത് നാം പാരായണം ചെയ്താൽ നമുക്ക് 10 പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം ദിവസവും ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയരെ, ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ മുത്തുനബിയെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്തിൽപ്പെട്ടതാണല്ലോ ഖുർആൻ. ഖുർആൻ നമ്മൾ എന്നും പാരായണം ചെയ്യണം. ഈ ലോകത്ത് ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ സാഹിത്യ സമ്പുഷ്ടമായ വിധത്തിലുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിനെ പരിഹസിക്കാനും നിന്നെ തോൽപ്പിക്കാനും വന്നവരോട് നിന്നോട് തുല്യമായ ഒരു ആയത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളി ഖുർആനിൽ എന്നും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരാൾക്കും അതിന് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥം ഒരു സാധാരണ ഗ്രന്ഥമല്ല. അന്ന് ഖുർആനിൽ നിന്ന് ഒരു വർക്കത്ത് നാം പാരായണം ചെയ്താൽ നമുക്ക് 10 പ്രതിഫലമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം ദിവസവും ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.